ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അജയര ആ ശങ്കര അത് കാര്യം ഇരുന്ന കൃഷ്ണ ആ നിങ്ങള് തരീന്നല്ലേ വരണ്ടേ? അജയര ഞാൻ വീട്ടിൽ നിന്ന് തന്നെ വരുന്നത്. കൊറേ നടന്നു, ഒരു വണ്ടിയും കിട്ടിയില്ല. എനിക്കൊന്ന് വിളിച്ചൂടേനാ? ഞാൻ കുട്ടികളെ വണ്ടിയായിട്ടാണ് പറഞ്ഞയച്ചിരുന്നല്ലോ. അതൊക്കെ കുട്ടികൾക്കൊരു ബുദ്ധിമുട്ടാവും. പിന്നെ ഞാൻ വന്ന കാര്യം നിങ്ങൾ വന്ന കാര്യം എനിക്ക് മനസ്സിലായിക്കണു. ഓല ആധാരത്തിന്റെ ഫോട്ടോ കോപ്പി കൊണ്ടുപോയിട്ടേ ഒരു വിവരവും. നിങ്ങളൊന്നും വിളിച്ചു നോക്കിയില്ല അജയരല്ലേ? ഓൽക്ക് ഞാൻ വിളിച്ചിരുന്നു, ഓല് ഫോൺ എടുത്തില്ല. ഓല അയൽവാസി എൻ്റെ ഒരു സ്നേഹിതൻ കോമാറിന ആളുണ്ട്. ഓൻ പറഞ്ഞത് ആ ചെക്കന്മാര് രണ്ടും കൂടി തെറ്റി പിരിഞ്ഞപ്പോണെന്നാണ്. ഈശ്വര, ഞാനിപ്പോ എന്താ ചെയ്യാ? ഞാൻ ആ ഒരു പ്രതീക്ഷയിലായിരുന്നു അജയര. നിങ്ങൾ വിഷമിക്കണ്ട, ആ മോയിൽ നിങ്ങൾക്ക് വിൽക്കണ്ട വല്ല അത്യാവശ്യമുണ്ടോ? അത്യാവശ്യം എനിക്കല്ലല്ലോ അജയര, എന്റെ പെങ്ങന്മാർക്കല്ലേ. ആ സ്വത്ത് കിട്ടിയ പണത്തിനും വേണ്ടിയാണ്ടേ കാത്തിരിക്കാണ് അവര്. എനിക്ക് ആ മുതല് വിൽക്കാൻ ഒരു താല്പര്യമില്ല അജയരെ. എന്റെ അച്ഛൻ അഞ്ചോർക്കുന്ന മണ്ണ, അവർക്ക് പൈസ കൊടുക്കാനേ വേറൊരു വഴി ഞാൻ കാണുന്നില്ല. നിങ്ങൾ ആ വീടും സ്ഥലവും വിറ്റാലേ പ്രായമുള്ള അമ്മനേറ്റ് വേണ്ട പോവാ. അതിനെപ്പറ്റി എനിക്കൊരു ധാരണയില്ല. ആ സ്ഥലം വിറ്റിട്ടേ അവര് ഓരി കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ബാക്കി ഉണ്ടാവുമല്ലോ. ഈശ്വരൻ എന്തെങ്കിലും വഴി കാണിച്ചു തരായിരിക്കും. പടച്ചോൻ വല്യോനാണ്, ഓൻ നമ്മളെ കൈവടിയില്ല. നിങ്ങൾ ആ സങ്കടങ്ങളൊക്കെ കേട്ടപ്പോഴേ എനിക്കത് എടുക്കാന് താല്പര്യമുണ്ട്. ഇപ്പൊ എനിക്കൊരു നിർവാഹമില്ലായിട്ടാണ്. നിങ്ങൾ ഒന്നും കൂടെ ശ്രമിച്ചു നോക്കിയാ ഞാൻ ഇങ്ങടത്തേക്ക് വരുമ്പോ എനിക്കൊരു മനസ്സമാധാനമുണ്ട്. ഏതായാലും ഞാനേ ആ രണ്ട് ചെക്കന്മാരൊന്ന് കണ്ടോക്കട്ടെ. ഓല മട്ടം എതിരഭിപ്രായം ആണെങ്കിലേ ഇന്റെ മരോനെ കൊണ്ടേ ആ സ്ഥലം ഒന്ന് ഇടിപ്പിച്ചാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെയാണെങ്കിലേ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കി, വലിയ ഉപകാരമാവും. ആചാര്യ ഞാൻ പോട്ടെന്നാല്. എന്നാ കുട്ടികളെ വണ്ടിയിലാണ്ടാക്കി തരും. പാണ്ടേ, ഞാൻ നടന്നു പോയിക്കോളാം. ഇജ്ജ് കുറച്ചേരേ ഇവിടെ നിൽക്കട്ടോ. എൻ്റെ ഒപ്പമുള്ളവൻ കുടിച്ചോട്ടെ. ഓന് പാല് കിട്ടണ തന്നെയല്ല. നിങ്ങൾ 3 കുട്ടികളുണ്ടായിട്ടേ എല്ലാവരും കൂടി നോക്കാൻ പറ്റിയ പാലില്ലായിട്ട് ഞാൻ എൻ്റെ ചെങ്ങായിൻ്റെ അടുത്ത് ഒരാളെ ഏൽപ്പിച്ചു. അതിനപ്പോൾ കൂർക്കാൻ പിടിച്ചോലോ. ഓൻ വലിയ നോട്ടക്കാരനാണ്. ദത്ത മമ്മൂട്ടിയാ ലോക് ചെയ്യാതെ പോണു. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഓരോരോ ആലോചനയിൽ ഇങ്ങനെ പോവാണ്. ദത്ത പാട് കൂടെ ഇങ്ങനെ ഒക്കെ തെറ്റിക്കണു. 2 കുട്ടികളും കൂടെ തള്ളക്ക് ഒരു തൊരം കൊടുക്കണില്ല. അപ്പോൾ ഒന്നിനെ ഞാൻ അങ്ങനെ കുടിച്ചതായിരുന്നു. ഞാൻ വലിയ പെങ്ങളെത്ത് പോയതായിരുന്നു. ഓള് വിളിച്ചു കണ്ടക്കണം. ഓളെ മോളെ കെട്ടിച്ചോടും തെറ്റി നിന്നാണ്ട് പെരിയിടിക്കുന്നുണ്ട്. കാരണം ഒരു കുട്ടിയുണ്ട്. സംഗതി എന്താണെന്ന് അറിയില്ല. എന്താ ഇപ്പൊ തെറ്റി പോരാണ്ടായി? പെരിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അമ്മായിമാനേറ്റ് എന്തേലും ഒക്കെ? പെരിയിൽ ബടുക്കണിയാ തരാറൊന്നുമല്ല. അമ്മായിമ്മേ പാവം പറഞ്ഞോളാം. തൊഴിലേറ്റൊക്കെ അടിച്ചില്ല. ഓൻ്റെ എത്തും കുഴപ്പമൊന്നുമില്ല. ഓൻ്റെ ഇതിപ്പോൾ കുറച്ച് പണിയും തോനെയും കമ്മിയായപ്പോഴേ കുറച്ച് പൈസ കുറവാണ്. ഓരാദ്യം ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ വിടാതെ ടൂർ കൊണ്ടുപോയിരുന്നു. ആഴ്ചയിലും 5 ദിവസമൊക്കെ കൂടുമ്പോൾ. ഇപ്പം അത് കൊണ്ടുപോകൽ കുറവാണ്. പിന്നെ ഇവിടെ പെങ്ങൾ നല്ലോണം ആ കാലത്തെ വേറെ നോക്കൂല. സർക്കീറ്റിനെല്ലാം കൊണ്ടുപോയിരുന്നു. ഇപ്പം അവക്കെ കുറഞ്ഞ അവിടെ പോകാൻ കഴിയൂല. അപ്പിനത്തെ പോകാൻ കാട്ടണു. ആ ഈറൊക്കെ പോന്നാണ്. എത്താപ്പത് ഇതൊരു കാരണം പറയാൻ പറ്റുമോ? ഒരു നിസാര സംഗതി അല്ലപ്പത്. അല്ലെങ്കിൽ ഇപ്പത്തെ കുട്ടിയാക്കേ തിന്നാനും കുടിച്ചാനും എന്തെങ്കിലും കുഴപ്പമില്ല. നല്ല ഉടുപാടെടുക്കണം, സർക്കീറ്റ് നടക്കണം, അതല്ല ആവശ്യം. എൻ്റെ നബീസോ കണ്ടക്കുണച്ച് ആ അടുപ്പും കണ്ണിയിലിരുന്ന് തീയല്ലാതെ ഈ ഉടുപ്പ് ഞങ്ങളൊന്നും പോകലില്ല. അതിന് മനസ്സിലായി നിങ്ങൾ ഇന്ത്യൻ പ്രായമല്ലല്ലോ ഓൾക്ക്. ഓൾ ചെറുപ്പക്കാരല്ലേ, ഓൾക്ക് ഇപ്പം ആ പൂതിയുള്ള സമയമാണ്. പിന്നെ ഞാൻ എൻ്റെ പെണ്ണുങ്ങളെ ഇടയ്ക്കൊക്കെ കൊണ്ടുപോകും. മാസത്തിൽ ഒരിക്കലും കൊണ്ടുപോകും. ദൂരമൊന്നും പോരാന്നുള്ളൂ. മലപ്പുറം ഇങ്ങനെ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ പോയിക്കാണ്ട് എവിടെയൊക്കെ കുറച്ചേ
കാണാൻ പറ്റി തിരഞ്ഞു വെച്ചാൽ കണ്ട് പോരും. അത് എനിക്ക് വലിയ മനസ്സിൽ സന്തോഷമാണ്. അത് പഞ്ച് പറഞ്ഞ മാതിരിയേ കുട്ടികൾ നല്ലോണം പോകും. എൻ്റെ ചെക്കനാതാക്കണു എന്തേലൊക്കെ ഒരു കച്ചവടം നടത്തും വലിയ സംഖ്യ കിട്ടും. അത് ഏറ്റവും ടൂർ നടക്കല്ലേ. ഓൻ ഈ പെണ്ണുങ്ങളി കുട്ടികളൊന്നും കൊണ്ടുപോകില്ല. ഓള് തെറ്റി ഓളടക്കല്ലേ. ഓൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഓൻ്റെ കൂട്ടാളാൻ കൂടിക്കാണ്ട് സർക്കിറ്റ് പോകും. അല്ലാതെ വേറെ പരിപാടിയൊന്നുമില്ല. ഉമ്മാനോടോ അപ്പാനോടോ ഒന്ന് ചോദിച്ചോ പോരണോന്ന്. ആ ഭർത്താനൊന്നും ഇല്ലായിരുന്നു. അത് പോകും മാണ്ടേനൂട്ടോ. നമുക്ക് ഈ പോക്ക് പോയാൽ മതി. കുട്ടികൾ ഈ കാര്യത്തിനൊക്കെ ഈ തെറ്റി നിൽക്കുക അറിയുമ്പോഴേ അത് വല്ലാത്തൊരു വിഷമാണ്. എങ്ങനെയൊക്കെ പറഞ്ഞിക്കാണ്ട് നന്നാക്കിച്ചേ. ആ തീരുമാനം എടുക്കാനേ ഓളോടും കൂടി വേണം ഞായറാഴ്ച പെരീക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ല അവിടെ ചായ തീരാൻ വേണ്ടി ഉള്ളൂ. അല്ല ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചോദിച്ചാൽ പറഞ്ഞു എത്തിപ്പോ മരോൾ തെറ്റിപ്പോയി കുറെ കാലം ആയി. എന്തിനാ പിന്നെ കാരണം? അതിൻ്റെ കാര്യം ഇതിലും വലുത്താണ്. അതൊന്നിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ കുറേ പറഞ്ഞ് നന്നാക്കിയതാണ്. നന്നാക്കി 2 ദിവസം വരും. 3-ാമത്തെ ദിവസം ഓള് പിന്നെ ഓളോട് പോകും. ഓളിപ്പോൾ അവിടെ ഒരു തുന്നൽ പീടിയൊക്കെ ഒരു പണിക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ +2ൻ്റെ മേലേക്ക് പഠിച്ചിട്ട് ഒരു പെൺകുട്ടി ഉണ്ട് ഓന്. എന്നിട്ട് അയിമലാണ് ചിലവൊക്കെ കഴിഞ്ഞ് പോകേണ്ടത്. ഇവ ഒന്നും കൊടുക്കൊന്നുമില്ല. എന്നാൽ പെണ്ണിനോടൊരു സ്നേഹമില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ഒന്നുമില്ല. എത്ര പറയാം. ഓനിപ്പോൾ ഈ ടൂർ നടക്കുന്നതാ ഈ നമ്മളെ ഇന്ത്യൻ്റെ പല സ്ഥലത്തുമൊക്കെ പോകേണ്ടത്. ഈ കുട്ടികളൊക്കെ ഏറ്റൊന്ന് പോയിക്കാണ്ട് അപ്പോഴൊരു സന്തോഷമൊക്കെ മനസ്സിലേക്ക് ഉണ്ടാകുക. അതൊന്നും ഇപ്പം ചെഞ്ചൂല. എന്നാൽ ചിലവിന് കൊടുത്തില്ലെങ്കിലും വേണ്ടിയില്ല. ഓലേറ്റൊരു വർത്താനല്ല പോകാൻ വിളിച്ചിക്കാണ്ട് അതുമില്ല. ഇങ്ങനെയൊക്കെയാണ് ഓൻ്റെ സ്ഥിതി. പറഞ്ഞ് ഞാൻ മടുത്തക്കൊണ്ടാ. അതിപ്പോഴേ ഏകദേശം കുടുംബത്തിലൊക്കെ ഉണ്ട്. പക്ഷെ ചിലത് പൊട്ടിപ്പൊളി പുറത്തേക്ക് ചാടുന്നുള്ളൂ. ചിലതൊക്കെ അങ്ങനെ ഒതുങ്ങി പോവാന്ന് മാത്രം. അത് കുടുംബമാകുമ്പോൾ ഉണ്ടാവും. ബിന്ദുവാ ആ താത്ത ഞാൻ പെടേണെന്നേ. ഞാൻ ഇവിടെ ചെറിയൊരു പണിയില്ല. അങ്ങോട്ട് വരി. ഇജ്ജ് തേങ്ങ പൊളിച്ചക്ക. ഇച്ചുണ്ടടി അവിടെ കുറച്ച് പൊളിച്ചാൻ. അതിനിച്ച് നേരം കിട്ടിയിട്ടില്ല. അനക്ക് ഒരു ദിവസം പോയി വെള്ളിന്ന് തേങ്ങ ഒളിച്ചക്ക. ഇതിങ്ങനെ മഴ കൊണ്ടിട്ടേ നാശായോണ്ടിരിക്ക. അപ്പൊ ഒഴിവുള്ളപ്പോ കുറേശ്ശെ പൊളിച്ചേക്കാ വിചാരിച്ചിട്ടാ. ഒരാളെ വിളിച്ച് പണിയെടുപ്പിക്കുകയാണെങ്കിലേ 500 റുപ്യ കൊടുക്കേണ്ടി വരും. അത് ഇജ്ജ് പറഞ്ഞ കാര്യം തന്നെയാണ്. ഇപ്പൊ ചെറിയൊരു വെയിലൊക്കെ അറച്ചിനുണ്ട്. നിങ്ങൾ എന്താ വെറുതെ ഒന്ന് തന്നെയല്ലേ? ഞാൻ വന്നതടി ഇന്നലെ കുറച്ച് വർഗ് ഉണ്ടായിരുന്നു. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തുവെച്ചപ്പോ എന്റെ കൈപ്പല എന്തോ ഒരു വേദന അറിയോ. അന്റെ അടുത്ത് തൈലത്തേലും ഉണ്ടോ? ആ തൈലം ഇവിടെ ഉണ്ടോന്നുണ്ടാത്താ. നാളെ അപ്പുട്ടി പയ്യനെയും കൊണ്ട് പോയപ്പോ ഒന്ന് വീണിട്ടേ വൈദ്യശാലയിൽ പോയിരുന്നു. അപ്പൊ അവിടുന്ന് കുറച്ച് തൈലം കൊടുന്നിരുന്നു. നിങ്ങൾ ഈ വയ്യാത്തോടത്ത് ഒറ്റയ്ക്ക് ഇങ്ങനെ പണിയെടുക്കാൻ നിൽക്കണോ? നിങ്ങൾക്ക് ആ മരുവളണ്ട് കൊടുന്നൂടെ? എന്ന് ചോദിച്ചാലും കുറ്റാണ് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളോട് ചോദിച്ചാലാണെങ്കിൽ നിങ്ങൾക്കൊരു കുഴപ്പമില്ല എന്ന് പറയും. പിന്നെ ആർക്കാണ് കുഴപ്പം? എത്ര കാലമായി ആ പെണ്ണായിട്ടുള്ളവിടെ പോയി നിൽക്കാൻ തുടങ്ങിയിട്ട്? അതിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ട് എന്റെ ബിന്ദുവാ. ഇന്നായിട്ട് ഓളൊരു തെറ്റൊന്നും ഇല്ല. തെറ്റ് അബ്ബാസിനായിട്ടാണ്. ഞാനും വീരാങ്കാക്കൊന്നും ആ പെണ്ണിന്റെ അടുത്തൊന്ന് പോയി തരാനും കൂടി അബ്ബാസ് അയക്കൂല. അബ്ബാസിന്റെ കുട്ടി ഇവിടുന്ന് പോകുമ്പോ 8ാം ക്ലാസ്സിലേറ്റാണ്. ഇപ്പൊ എത്രയിലാ പഠിക്കണേ? എന്റെ പേരക്കുട്ടിയെ +2 കഴിഞ്ഞിക്കാണ്ട് വേറെ എന്തിനോ പഠിച്ചാണ്. അതിന് കുറെ കായും പണമൊക്കെ ചെലവഴിക്കണു. എന്റെ മരുവോൾ എന്തോ ഒരു പണിക്ക് പോവുണ്ട്. ഓളപ്പാക്ക് ഈ ഒരു മോളെന്നെ ഉള്ളുവല്ലോ. ഓൾക്ക് ആങ്ങളാരൊന്നും ഇല്ലല്ലോ. ആ തന്തക്ക് സോഡിയം കുറഞ്ഞിക്കാണ്ട് എപ്പോഴും സോക്കടും കാര്യങ്ങളൊക്കെ ആണ്. അല്ല അബ്ബാസ് ചീത്ത അറിയുന്നൊക്കെ പറഞ്ഞു. എന്നാലും നിങ്ങൾക്കും ബീരാങ്കാക്കും കൂടെ ഓനറിയാതെ ഇടയ്ക്കൊന്ന് പോയി നോക്കി പോന്നൂടെ? ഞങ്ങൾ പോയി നടി. ആ തന്ത നാളെ ആസ്പത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു വെച്ചാതായിട്ട്. അപ്പോഴാണ് ഈ വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞത്. അബ്ബാസിന് ഇപ്പൊ കാര്യമായിട്ട് പണിയൊന്നും ഇല്ലാത്ത? ഓൻ എപ്പോഴും കാണാലോ ഇവിടെ. അല്ലെ ഇവിടെ പെരയില് കാണാത്ത ആളാണേ. ആ അബ്ബാസ് ഇപ്പൊ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങലൊന്നുമില്ല. ഓന് പറമ്പച്ചോടം നടത്തിയല്ലേ ആ കുഞ്ഞോനും കൂടിക്കാണ്ട്. ഓല് രണ്ടാളും തമ്മിൽ എന്തിനോന്നാവോ തെറ്റിക്കണു. അതെന്തിനാത്തപ്പ തെറ്റീണ്? ഓല് രണ്ടാളും നല്ല കൂട്ടായിട്ട് ഒരുമിച്ച് നടന്നേന്ന ആൾക്കാരല്ലേ. ഞാൻ ആ കാര്യം അബ്ബാസിനോടാണ് ചോദിച്ചപ്പോ എന്റെ നേരം ചാടി. ഞാൻ പിന്നെ ഒന്നും ചോദിച്ചാനൊന്നും പോയില്ല. അല്ലെങ്കിൽ അബ്ബാസിന്റെ ഒപ്പം നടക്കണ ആ ചെക്കൻ അത്ര ശരിയല്ല. ഓനെ സ്വന്തം കാര്യം നോക്കി നടക്കണ ആളാണ്. ഓൻ എന്തേലും പറ്റിച്ചിട്ടുണ്ടാവും പനി. അതുകൊണ്ടായിരിക്കും. എവിടുന്ന് മോനൊക്കെ വരുന്നു? ഞാനൊരു മരിപ്പുണ്ടായിരുന്നോട്, അത് കഴിഞ്ഞ് വരികയാണ്. ജയ് പെരീക്കുണ്ട് വാ, എന്നോടൊരു കാര്യം പറയാണ്ട്. ഞാൻ പിന്നെ വരാക്കാം. എനിക്ക് പോയിട്ടൊരു അർജന്റ് ഉണ്ട്. അനക്കല്ലെങ്കിൽ എന്നും അർജന്റ് തന്നെ. അത് കാരണമല്ല ഇപ്പം ആ പെണ്ണിനെ അവിടെ കൊണ്ടാക്കിക്കണ്. എന്ന് കാലം പോയിക്കണോള്. ഇമ്മ എന്നും പറയുന്നു ഒളിച്ചുകൊണ്ട് എന്നോട് ഓളൊന്ന് കൊടുന്നാ നന്നായിരുന്നു. പിന്നെ വേറൊരു കാര്യമുണ്ട്. എൻ്റെ കുട്ടീനെ കെട്ടിച്ചാൻ പ്രായമായിക്കണു. പെണ്ണുങ്ങൾ അവിടെ നിർത്തുന്ന കാര്യം എന്നോട് ചോദിച്ചാൽ എനിക്കൊരു തെറ്റൂല. എന്നാ ഓളോട് ചോദിച്ചാൽ ഓൾക്കും തെറ്റില്ല. നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരു തെറ്റില്ല. പിന്നെ ആർക്കും അവിടെ തെറ്റ്? നാട്ടുകാർക്കോ? ഇത് പറയാനാ കാക്കപ്പങ്ങൾ എന്നെ പിടിച്ചു നിർത്തിക്കേണ്ടത്. നമ്മളെ കുടുംബത്തിൽ എവിടെ ചെന്നാൽ ഈ ഒരു വർത്താനം മാത്രമേ ഉള്ളൂ. ഇത് കേട്ട് ഞാൻ മടുത്തക്കണം. കൂട്ടും കുടുംബക്കാരൊക്കെ ചോദിച്ചു. കാരണം എന്താ, എൻ്റെ മാതിരി ആരും ഉണ്ടാവില്ല പെണ്ണുങ്ങളെ ഓളോടെ കൊണ്ടായിക്കാണ്ട് ഇവിടെ തെണ്ടി കിടക്കേണ്ടത്. ഇപ്പൊ അന്റെ കൂട്ടുകാരനെ വെച്ച് തെറ്റിക്കണു. എന്താ അത് കാരണം? ആ ചോദ്യമായി നാട്ടുകാർ മുഴുവൻ ചോദ്യം തുടങ്ങിയിരിക്കണു. കുടുംബക്കാർ ചോദിച്ചിട്ടില്ല, ഓലത് അറിയായിട്ടാണ്.
ഞാനും അവന് തെറ്റാനേ പൈസന്റെ ഇടപാടിൽ തെറ്റിയാണ്, അല്ലാതെ വേറൊന്നുമല്ല. എന്താ ഇജ്ജോ അങ്ങോട്ടോ ഓ അങ്ങോട്ടോ എന്തേലും പൈസ പറ്റിച്ചാ? ഞാൻ അങ്ങനെ ഒരാളീ പൈസന്റെ ഇടപാടിൽ പറ്റിച്ചിട്ടില്ല, ഞാനത് പഠിച്ചിട്ടില്ല. ഓനാണ് എന്നെ പറ്റിച്ചത്. ഞങ്ങൾ 1 കോടിന്റെ ഒരു ഭൂമിന്റെ കച്ചവടം നടത്തി. അത് ഒരു അഡ്വാൻസ് ആയിട്ട് 50 ലക്ഷം റുപ്യ കൊടുത്തു തന്നു. 50 ലക്ഷം റുപ്യ കിട്ടിയ 1.5 ലക്ഷം റുപ്യ ഞങ്ങൾക്ക് കമ്മീഷനായി കിട്ടും. 75,000 എനിക്കും 75,000 ഓനും. അത് ഓൻ ഫസ്റ്റ് ഗഡുവെച്ച് കൊടുന്നു തന്നു. പിറ്റത്തെ പൈസ ഓൻ്റെ തന്നെ ഓര് കൊണ്ടുകൊടുത്ത് 50 ലക്ഷം റുപ്യ. അതിലുണ്ടാവും 75 എനിക്കും 75 ഓനും. ഓൻ 75 ആയിട്ട് ആണ് മുങ്ങി. 1.5 ലക്ഷം റുപ്യ ഓനാണ് പോയി. ഓച്ച് 1 ഉറുപ്യ തന്നില്ല. ഞാൻ ഇപ്പോഴാണ് അത് അറിയേണ്ടത്. ഓൻ എവിടുക്കും മുങ്ങണ്? ഓനല്ലേ ഇവിടെ നടക്കണ്ടേ? പൈസന്റെ ഇടപാടുണ്ടെങ്കിൽ ചോദിച്ചോക്കത്, അല്ല തെറ്റി അടക്കല. അത് ചോദിച്ചതാണ് ഇപ്പേ ഞാൻ ചെയ്ത വലിയ തെറ്റ്. ചോദിച്ചത് ഓൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പൊ ആ പറമ്പച്ചോണം വെച്ചിട്ട് മെയ്തി ഉണ്ടല്ലോ വേറെ ചെക്കനെ, ഓനാണ് ഇപ്പൊ എന്നോട് പറഞ്ഞത് ഇവന് പല സംഗതിയിലും എന്നെ പറ്റിച്ചിട്ടുണ്ടെന്ന്. ഞാൻ അറിയണം നമ്മളൊപ്പം നടക്കുന്ന ആൾക്കാരല്ലേ എന്നുള്ള രീതിയിൽ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യലില്ല. ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിശ്വാസമായി ആ ചെക്കനെ. അതെ, നിങ്ങൾക്ക് അത്യാവശ്യം കച്ചവടമൊക്കെ നടന്നിരുന്ന ആളോ, അപ്പൊ അതിന്റെ കമ്മീഷൻ ഇങ്ങനെ വരുന്നുണ്ടപ്പോ ആൾക്കാർക്ക് കുറച്ച് ക്വിന്റ് ഉണ്ടാവും. അത് കാരണമാണ് നിങ്ങളെ അടിയിൽ ആരെങ്കിലും ഈ കുത്തിത്തീർപ്പ് ഉണ്ടാക്കുന്നത്. ഞാൻ ഓനോടും കൂടി ഒന്ന് ചോദിച്ചോക്കട്ടെ ഈ കാര്യത്തെ പറ്റി. നിങ്ങൾ ഇനി അത് ഓനോട് ചോദിച്ചാനൊന്നും പോണ്ട. ഓന് കിട്ടിയ പൈസ ഓനാണ് മുണുങ്ങട്ടെ, ഓനാണ് തെയ്യട്ടെ. ഞാൻ പോവാണ്, ഞങ്ങൾ വർത്താനം വന്നിട്ടില്ല. ഇത് പോവല്ല. ഒരു കാര്യം കൂടി ഉണ്ട്. എടപ്പേരിയുടെ കോഴിക്കോടെ അവിടെ നിന്ന് മാറ്റിയേക്കണം. അവിടെ വെച്ചിട്ടേ കുറുക്കന്മാരാകെ മാന്തി പറിച്ചാണ്. ഇന്നെ കൊണ്ട് ഒറ്റക്ക് കജൂല. ഇതൊന്നും വന്ന അതിന്റെ ഒരു തലൊന്നും പിടിച്ചേട്ടിക്കാം. ആകെ കോഴിക്കോട് കുടിച്ചേക്കാനോ? ഞാൻ ഈ വെള്ളിയാട്ടൊക്കെ ഇതിലൊക്കെ ചളിയാവും. ഞാൻ പിന്നാണ് വരണ്ട്. ഞാൻ പോയി. എന്റെ പെങ്ങൾക്ക് ആകെ ഒരു മോളുള്ളതാണ്. നായ്ക്കും നരിക്കും ഓനെ പറ്റൂല. വളിക്ക് തെരികൊക്കെ ഓനെ. എത്തു പോക്ക ഞാൻ പോണത്? അതൊക്കെ അല്ല എവിടുന്നപ്പോ മാറ്റി ഒരിക്കൊക്കെ വരുന്നു. ഹംസാപ്പോ ഒരു മൈപ്പുണ്ടായിരുന്നു. ആര് മരിച്ചു? ഇന്റെ ആളിയാന്റെ പെണ്ണുങ്ങളെ കുടുംബത്തിലായിരുന്നു. അപ്പൊ അവിടെ പോയി വരികയാണ്. ഞാൻ ഇവിടെ ബസ് ഇറങ്ങി കാണിങ്ങനെ നടന്നു. ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ 40 ഉറുപ്പ് കൊടുക്കണം പോണ്ട്. അതുകൊണ്ടേ നടന്ന് ഇങ്ങനെയാണ് പോരി. എന്നാണ് പോരജു കുടിക്കാനല്ലേ. പിന്നെ അനെ കണ്ടപ്പോ ഒരു ചോദ്യം ചോദിച്ചാൽ ഇങ്ങനെ വിചാരിച്ചു. ജയ്, ഞാൻ ചോദിച്ചിട്ടൊന്നും വിഷമം വിചാരിച്ചത്. എന്റെ ചെക്കനെ ഇന്റെ ചെക്കനും കൂടി എന്താ ഒരു തിരക്കൊക്കെ കൂടിക്കാണ്ട് തെറ്റിക്കൂണൊന്ന് വീഡിയോ കൊലയും വന്നേ നമ്മളെ കോയാപ്പ് പറയും എന്നോട്. എന്താ അതിന്റെ സംഗതി വല്ലതും അറിഞ്ഞുകൂണോ? അതിപ്പോ കുറച്ച് ദിവസമായിക്കോളാം വിഷയം ഉണ്ടായിട്ട്. ഞാനേ ഇന്നലെയാണ് ഇപ്പൊ അത് അറിഞ്ഞത്. അറിഞ്ഞപ്പോ വല്ലാത്തൊരു വിഷമായി. ഞാൻ എന്റെ പെണ്ണുങ്ങളോട് ഈ കാര്യം പറഞ്ഞു. ഓളെന്നിട്ട് ഓനോട് അത് ചോദിച്ചേക്കണു. അപ്പൊ ഓ അങ്ങോട്ട് തട്ടി കയറി എന്തൊക്കെയാ പറഞ്ഞേക്കണെന്ന് പറഞ്ഞു. ഞാൻ നേരിട്ട് ചോദിച്ചിട്ടില്ല സത്യാവസ്ഥ എന്താന്ന്. ആ വിവരം ഞാൻ കുറച്ച് മുമ്പ് തന്നെ അറിഞ്ഞു. എന്നോട് ആ പറമ്പച്ചോട് ഞാൻ ആലിക്കുട്ടിയെ പറഞ്ഞിരുന്നത്. അത് ഞാൻ എന്റെ ചെക്കനോട് നേരിട്ട് ചോദിക്കുകയും ചെയ്തിരുന്നു. ബ്രോക്കർ പൈസ വീതം വെക്കുന്നോടത്തുള്ള എന്തോ ഒരു തർക്കമാണ്. അത് ഓന്റെ പണോടും പറഞ്ഞോടും പറയുന്നു വേണ്ട. ആ പ്രശ്നം ഞങ്ങൾ തമ്മിലാണ് തീർത്തോണ്ടെന്നാ പറഞ്ഞിട്ടുണ്ട്. അതാ ഞാനൊരു വിഷയമാക്കുന്നത്. എന്റെ ചെക്കൻ പറഞ്ഞ മാതിരി ഓര് തമ്മിലാണ് നന്നായിക്കോളും. ഞമ്മളിഞ്ഞിപ്പോ അതിനെ പറ്റി ഇങ്ങനെ ചോദിച്ചാൽ നിൽക്കണ്ട. ഈ പഹനാണെങ്കിൽ ഫോൺ അടിച്ചിട്ട് എടുക്കൂലല്ലോ. വെറുതെ ഇങ്ങനെ വിളിക്കുക എന്നല്ലാതെ ഇവ എടുക്കൂലട്ടാ. അസ്സലാമലൈക്കും. വലൈക്കും സ്ലാം. ഫിറോസ് എന്നടാ വന്നു? ഞാൻ ഇന്നലെ വന്നേ. എന്തൊക്കെ സുഖല്ലേ? ഇങ്ങക്കൊക്കെ സുഖല്ലടാ. റിയാലായിട്ടുള്ള കളിയല്ലേ. ഞമ്മക്ക് ഈ നാട്ടിലെ ചില്ലറ പൈസ ആയിട്ടുള്ള കളിയല്ലേ. ഞങ്ങളെ ഗൾഫുകാരെ കാണുമ്പോഴേ നാട്ടിലൊക്കെ നിങ്ങൾക്ക് തോന്നും ഞങ്ങളുടെ തന്നെ പൈസ ആണെന്നല്ലേ. ഞങ്ങളെ അവസ്ഥ ഞങ്ങൾക്കല്ലേ അറിയുള്ളൂ. ഞാൻ ഇനി ഗൾഫ് നിർത്തിക്കാണ്ടേ നാട്ടിൽ കൂടെയുള്ള പരിപാടിയാണ്. നമുക്ക് പറ്റിയ ഏർപ്പാട് വല്ലതും ഉണ്ടോ? എന്റെ പഴയ പരിപാടിയില്ലേ ഓട്ടോറിക്ഷ, അതൊന്നും വാങ്ങിക്കാണ്ട് ഓടിക്കോ. അതൊന്നും ഇനിയിപ്പോ നടക്കൂല. നമ്മളിനി ഓട്ടോറിക്ഷ വന്നല്ലേ സ്റ്റാൻഡിലുള്ള മറ്റൊരു ഒരു കണ്ണുകടിക്കാരം. നിങ്ങൾ വലിയ പറമ്പ് കച്ചവടമൊക്കെ അല്ലേ, അതിൽ നമ്മളോട് കൂട്ടിക്കാളി. പറമ്പും പാറയൊന്നും ഇപ്പൊ വലിയൊരു കച്ചവടമൊന്നും ഇല്ല. എൻ്റെ അടുത്ത് കുറച്ച് പൈസ ഉണ്ടെങ്കിലേ കുറച്ച് വാങ്ങിയിട. നമുക്ക് നല്ല പൈസ കിട്ടുമ്പോ മറിച്ച് വെക്കാം. അതിനുള്ള പൈസ ഒന്നും നിന്റെ അടുത്തില്ല. നിങ്ങളാ ബിസിനസ്സിൽ ഇന്നോട് കൂട്ടിക്കാളി. എന്റെ ടീമിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇനി പൈക്ക് ജൂടി വന്ന എനക്കൊന്നും കിട്ടലുണ്ടാവില്ല. ഇജെന്നാലേ വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടെന്ന് നോക്കേട്ടാ. ഒന്നും കിട്ടിയില്ലെങ്കിൽ പറയാം ചെയ്യാട്ടാ. ഏതാടാ ചെക്കൻ? അതാ മരിച്ച ഇക്രിയാക്കാന്റെ ചെക്കനാണെന്ന്. ചെക്കൻ 2 ദിവസമായിട്ടുള്ള ഇപ്പൊ പോയിട്ട്. ഓ AC കിടന്ന മൂക്കുകൂടി ചോര ആ ചെക്കൻ ഗൾഫിലായിരുന്നോ? ഞാൻ വിചാരിച്ചു വലിയ ബാംഗ്ലൂരോ മൈസൂരായിട്ടാണ് വിചാരിച്ചു. ഓൻ ഗൾഫിലൊക്കെ തന്നെയായിരുന്നു. ഓൻ ഇപ്പൊ വന്നുകാണ്ട് എന്നോട് ചോദിച്ചാണ് പറമ്പച്ചോടത്തിൽ ഇന്നൊന്ന് കൂട്ടുവന്നു. ആ ചെക്കൻ നാട്ടിൽ കൂടുകയാണെങ്കിലേ അന്റെ ബിസിനസ്സിൽ കൂട്ടിക്കൂടെ? അതിനിപ്പോ എനിക്ക് മുടക്കൊന്നുമില്ലല്ലോ. മജീദൊക്കെ ഞങ്ങൾ തന്നെ ഉണ്ട് 4 കണ്ണനായ്ക്കള്. ഇതിന്ന് കിട്ടുന്നതിൽ 50% ഞാൻ എടുത്തിട്ട് ബാക്കിയുള്ളതുകൊണ്ടാണ് ഞാൻ ഓൽക്ക് കൊടുക്കുന്നത്. എന്നാൽ തന്നെ ഓൽക്ക് അത് തേണില്ല എന്നുള്ള പരാതിയുള്ളൂ. അല്ലടാ, അബ്ബാസും കുഞ്ഞുമാനും പാടെ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞോണ്ടേ അനക്ക് നല്ല പറമ്പച്ചോടാണല്ലോ ഇപ്പൊ. ഓല രണ്ടാളും തെറ്റിപ്പിരിച്ച ആള് ഞാനാണ്. നാട്ടിലുള്ള സകലമാന കച്ചവടം ഓല രണ്ടാളും കൂടെ ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ മേപ്പെട്ട് നോക്കി വെറുതെ അടക്കുക.
എന്നാ ഏതെങ്കിലും ഒരു കച്ചവടത്തിൽ ഞാൻ വില വിളിച്ച എന്നെ കൂട്ടോ ഇല്ലേന്നു. രണ്ടാളി അടിയിൽ മണ്ണെണ്ണ ഒഴിച്ചാണ് ഞാൻ. അത് ഇനി നിങ്ങൾ പുറത്ത് പറയണ്ട. പടച്ചോനെ ഇജ്ജാണ് ആ പണി ചെയ്തത്. രണ്ടും പാടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോ ഒരുതിയാലും പാടെ മുണ്ടൂല. അത്രക്കും ആക്കി വെച്ചില്ലേ മജിദക്ക. ഓല രണ്ടാളും തെറ്റിപ്പിരിപ്പിച്ചില്ലെങ്കിൽ നടക്കൂല. നാട്ടുകാർക്ക് ഓല ഭയങ്കര വിശ്വാസാ. നാട്ടിലുള്ള സകലമാനം കച്ചവടം ഇതുവരെ ഓൽക്ക് കിട്ടിയത്. ഇനി ഞാനും കുറച്ചാലൊന്ന് ചോദിക്കട്ടെ. ആ ഞാൻ കണ്ടേ ഈ കാടിട്ട സ്ഥലല്ലേ? ആ ആട് താഴത്തേക്കില്ല. ആ മനസ്സിലായി. അത് ശരി. ആ എത്ര സെന്റ്? 40. ആ തെങ്ങ് എവിടെ ചെങ്ങായി? തെങ്ങൊക്കെ ഈ തല വീക്കണില്ലേ? 1-2 തേക്കൊക്കെ ഉണ്ട്. 30 മീറ്റർ ഒന്നും ഇത് ഉണ്ടാവില്ലല്ലോ. ഏയ് 20 മീറ്റർ ഇട്ടെങ്കിലായി. അതല്ല അളന്നതാ. ആയിക്കോട്ടെ, അതിന്റെ പ്ലാൻ ഒന്ന് കാണണം കേട്ടോ. ആധാരൊക്കെ റെഡി അല്ലേ? അടിയാധാരങ്ങളൊക്കെ ഉണ്ടല്ലേ? ആയിക്കോട്ടെ, ഞാൻ വിളിച്ചിട്ടുണ്ട് കേട്ടാ. വൈകുന്നേരം വിളിച്ചാ. താമിയ എവിടെ തരണേ? ഞാൻ അങ്ങനെ ചട്ടി പോയതേ. അല്ല ഇജിപ്പോ കച്ചവടക്കാൻ വന്നാ ആ ചെക്കനെ ഒഴിവാക്കിക്കൊണ്ട് ഒറ്റക്ക് മുണങ്ങാനുള്ള പരിപാടി അല്ലേ? എത്ര താമിച്ച് പറഞ്ഞു? ഞാനും അവനൊരു തെറ്റുമില്ല. ആരാ എന്നോട് ഇത് പറഞ്ഞേ? ഞാൻ അറിഞ്ഞിട്ടില്ലാന്ന് എന്റെ വിചാരം. എടാ ചെങ്ങ ഒരു കച്ചവടം നടത്തിയിട്ടുണ്ടെ പകുതി എങ്ങനെ ഓന് കുറച്ചേനും കൊടുക്കണ്ടേ? നാട്ടുകാർ മുഴുവൻ പറയുന്നുണ്ട്. എത്ര കാലമായി ജോനും കൂടി ഒരു കച്ചവടം നടത്തി തുടങ്ങിയിട്ട്? 3 ലക്ഷം ഉറുപ്പ്യ ബ്രോക്കർ പൈസ ഇട്ടിട്ടേ 1 ലക്ഷം മോനില്ലല്ലേ കയ്യെ. ഇജ് ഒക്കപ്പാടെ ഇങ്ങനെ മുണങ്ങിക്കോ. അനക്ക് എന്നാ തേകയാ? ആ ചെക്കനായതുകൊണ്ടാണ്. വേറെ ആരെയാണ് പല്ലും ചെറിയ സെറ്റാക്കും. ഇജ് വെള്ളിയും ഇട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇജ് ആരാന്റെ കവഞ്ചാത്ത് നക്കി അനക്ക് പൂതി ഇടൂലേ? ഞാൻ അന്നൊന്ന് കാണച്ചിടുക്കുന്നു രണ്ട് പറയാൻ വേണ്ടിട്ട്. താമിയെ ഇതിന്റെ യഥാർത്ഥം അറിയാതെ എന്നോട് വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഇജ് ആ വർത്താനൊക്കെ നിർത്തിക്കളാ. യഥാർത്ഥമൊക്കെ ഞാൻ അറിഞ്ഞുക്കണു. അബ്ബാസിനോടൊക്കെ പറഞ്ഞു. ഞങ്ങൾ എന്ത് പ്രതീക്ഷയിലെന്ന് പറഞ്ഞ് ഞങ്ങൾ കാശ്മീർക്ക് പോകണമെന്ന് പറഞ്ഞ് നിൽക്കുന്നു. 15 ദിവസം അവിടെ നിൽക്കാനുള്ള പരിപാടിയിലായിരുന്നു. ആ പ്രദീപൊക്കെ അതിന് കാത്തിക്കാണ്. അതിനൊക്കെ ഈ കച്ചവടം ചെയ്ത കമ്മീഷനായിട്ട് പോകാൻ നിൽക്കുന്നു. ഇജാണ് മുണങ്ങിയില്ലേ? ഞങ്ങൾ എൻ്റെ ഒരു പോണി ഒരു പൈസ ഞങ്ങളെ കൊണ്ട് ചെലവാക്കാൻ അയക്കല്ലോ. ഫുള്ള് ഓടിക്കലാണ്. ഞങ്ങളൊപ്പം പോയി കൊടുത്താൽ മതി. ഓനൊരു ആഗ്രഹം ഇന്ത്യ മൊത്തം ഒന്ന് ചുറ്റിക്കറങ്ങി കാണണമെന്ന്. അന്നെ കൊണ്ട് അതും തുമ്പില്ലായി. ഇജ് കഴിച്ചില്ലാന്ന് വിചാരിച്ചണ്ട. എൻ്റെ അടുത്ത് ആ പൈസ വാങ്ങിയിട്ട് ഞങ്ങൾ നിൽക്കുള്ളൂ. അത് കാണാം നമുക്ക്. ഇഞ്ചി ഒരു കച്ചവടം നടക്കൂല. അത് ഞങ്ങൾ മുടക്കന്നെ വെച്ചു. ഞാൻ നോക്കേ കേട്ടോ. നമുക്ക് ബസ്സിന് പോവല്ലേ? ബസ്സിന് ഞാനില്ല. ഞങ്ങള് കല്യാണത്തിന് വന്നപ്പോ തന്നെ നല്ല തിരക്കാണ് ബസ്സിൽ. നമുക്ക് ഇനി ഓട്ടോക്ക് പോവാം. ഏയ് ഓട്ടോക്ക് ഞാനില്ല. ഓട്ടോക്ക് പോവാണെങ്കിൽ 120 റുപ്യ ആവും. എന്റെ കയ്യിൽ പൈസ ഇല്ല. അതിന്റെ 100 എവിടേക്ക് പോവാണെങ്കിലും എന്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. എന്റെ പൈസ ഞാൻ എടുത്തോളാം. റിനുവാ ആ ഇപ്പ എന്താ ചോടക്കണു? എന്റെ കൂട്ടയത്തിന്റെ കല്യാണം ഉണ്ടായിരുന്നു ഈ ഓഡിറ്റോറിയത്തിൽ. അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാ. അപ്പൊ പെരീന്ന് കൊറേ അങ്ങോട്ട് ദൂരല്ലേ? എങ്ങനെ ഞങ്ങൾ 3 കൂടി പോന്നു? ഇപ്പൊ ഞങ്ങള് വീട്ടിൽ നിന്നല്ല വരുന്നത്. ഞാൻ ഇവിടെ കോളേജിലാണ്. അപ്പൊ അവിടുന്ന് ഹോസ്റ്റലിനാ വരുന്നത്. ഇവിടെ ഹോസ്റ്റലിലാ? അപ്പൊ ഇജ്ജ് +2 ഒക്കെ കഴിഞ്ഞോ? ഇവിടെ കോളേജിൽ ഇപ്പൊ എന്തിനാ പഠിക്കണ്ടേ? ഞാനിപ്പോ +2 കഴിഞ്ഞപ്പാ. ഞാന് ഇപ്പൊ MLTക്കാണ് ഇവിടെ ചേർന്നത്. ഇപ്പൊ നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? ഞാൻ അറിഞ്ഞിട്ടില്ലടി. ആരാ എന്നോട് കൊടുത്ത് ചേർത്തത്? ഇമ്മ എന്നോട് കൊണ്ടുവന്ന് ചേർത്തിയത്. ഇവിടെ ഫീസ് 2 ലക്ഷം ആയിക്കണു. 2 ലക്ഷം ഉറുപ്പ്യായോ? അതിന് ആരാ അപ്പൊ പൈസ കൊടുത്ത്? അപ്പൊ നിങ്ങൾ തന്നെയല്ലേ കുൽമാക്കാന്റെ അടുത്ത് പൈസ കൊടുത്തയച്ചത്? ഉമ്മ എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ. ആ ഞാൻ കൊടുത്തയച്ചിരുന്നു. എന്റെ ഓർമ്മീന്ന് വിട്ടതാണ്. പിന്നെ നിങ്ങളെ എങ്ങനെയാ പാട് പോകണ്ടേ? ഞങ്ങൾ ഓട്ടോക്കാ പോണത്. പൈസ ഉണ്ടായില്ലേ? ആ ഉണ്ട്. എന്നാ ഞാൻ പോട്ടെ. ഇപ്പാക്ക് ഇവിടെ ഒരാളെ കാണാൻ വേണ്ടി വന്നതാ. ആ ഞാൻ പോയി. കുഞ്ഞോനെ ഇജിന്നോട് മാപ്പാക്കണടാ. ഞാൻ എന്നെ കുറെ തെറ്റിദ്ധരിച്ചു. ഞാൻ എൻ്റെ മോളെ കണ്ടിരുന്നു. ഓളെ കോളേജിൽ ചേർക്കാനുള്ള പൈസ ഒക്കെ ഇജ്ജാണ് കൊടുത്തേക്കണ്ടല്ലേ? എനിക്ക് എന്നോടൊരു വാക്ക് പറഞ്ഞൂടായിരുന്നു? എന്നോടൊന്നും പറയാഞ്ഞേ. നമുക്ക് 1.5 ലക്ഷം ഉറുപ്പ്യ അവിടുന്ന് കമ്മീഷൻ കിട്ടണ്ടായി. 75,000 എൻ്റെതും 75,000 എൻ്റെതും. ബാക്കി ഒരു 50,000 ഞാൻ കൂട്ടിയിട്ടാണ് ഓളെ ഞാൻ അവിടെ ചേർത്തത്. അത് എന്തുകൊണ്ടാണ് എനിക്കറിയോ? എൻ്റെ പെണ്ണുങ്ങളെ ഞാൻ ഒരു ദിവസം ഓളപ്പാൻ അവിടെ അഡ്മിറ്റ് ആക്കിയിട്ട് ആശുപത്രിയിൽ വെച്ച് കണ്ടിരുന്നു. ഓളാണ് ഈ കഥ പറഞ്ഞത്. +2 കഴിഞ്ഞിട്ട് ആ കുട്ടിക്ക് പഠിക്കാൻ ഒരു നിർവാഹമില്ല. നല്ല മാർക്കും കാര്യമുണ്ട്. നമ്മൾ തന്നെ പഠിക്കാതെ പോയി. അപ്പം നമ്മൾ കുട്ടികൾ പഠിക്കണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓളവിടെ ചേർത്ത്. ഞാൻ എന്നെ കുറെ തെറ്റിദ്ധരിച്ചു. എന്നോട് ക്ഷമിച്ചണടാ.
ഞാൻ നാട്ടുകാരോടൊക്കെ ഇതിനെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാരോട് ഞാൻ പറഞ്ഞേക്കും. പക്ഷെ ഇത്ര ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാണെന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. നമ്മൾ ചിലപ്പോ ഒപ്പം നടന്നിട്ടുണ്ടാവും, എപ്പം കിടന്നുറങ്ങിയിട്ടുണ്ടാവും. ഇതൊക്കെ ചെയ്താലേ നമ്മൾ ആരും ആണ്ടുകൊണ്ട് മനസ്സിലാക്കുന്നില്ല. നിസാര കാര്യത്തിന് വേണ്ടി നമ്മൾ ആണ്ടുകൊണ്ട് തെറ്റും. പക്ഷെ നമ്മളെ എല്ലാവരും ഒരു കൂടി ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് എല്ലാ പ്രസ്ഥാനം മുന്നോട്ട് പോവുക. അന്നേറ്റ് എനിക്ക് ഒരു വെറുപ്പില്ല, ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. ഞാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്യണം. ഇജ്ജ് പറഞ്ഞത് ഞാൻ എന്തും ചെയ്യും. ഇജ്ജ് എന്താ കാര്യം എന്നോട് പറയാം. ഞാനും എൻ്റെ പെരക്കാരുമേ നിരന്തരം എന്നോട് പറഞ്ഞിരുന്ന കാര്യമാണ്, എൻ്റെ പെണ്ണുങ്ങളെയും കുട്ടീനെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട്. എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും തീരെ സുഖമില്ല. അറ്റങ്ങൾ എന്തിനാ അവിടെ കിട്ടുകൊണ്ട് ഇടങ്ങാറാക്കണ്? ഇനി ആ കാര്യം ചെയ്യാതെ നമ്മൾ തമ്മിൽ പ്രിൻസിപ്പ് ഉണ്ടാവില്ല. ഇതിൻ്റെ വണ്ടി കയറേ ഇപ്പം തന്നെ പോയിട്ട് അവനെ കൂട്ടിക്കൊണ്ടിരും. ഞാനും അത് കരുതിക്കണടാ. എൻ്റെ കുട്ടീനെ കണ്ടപ്പോഴേ പാപ്പാന്ന് വിളിച്ചപ്പോൾ വല്ലാത്തൊരു സങ്കടം വന്നു. ഞാനിനി ഓല ചെന്ന് വിളിച്ചാൽ ഓലിൻ്റെ ഒപ്പം പോരടാ. ഇത്ര കാലം ഞാൻ ഓല നോക്കിയിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചാണ് ഞാൻ എന്നോട്. ഓൾ എൻ്റെ ഒപ്പം പോരും. ഞാൻ ആസ്പത്രി കണ്ടപ്പേ എല്ലാ വർത്താനവും ഓളോട് പറഞ്ഞതാണ്. എൻ്റെ ഒരു പിടിവാസി കൊണ്ടാണല്ലോ. ഒന്ന് മനുഷ്യനായി ജീവിച്ചൂടെ? എന്നാ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഇടജ്ജ് പറഞ്ഞതൊക്കെ ശരിയല്ലേ. എൻ്റെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയി, അല്ലാതെ വെച്ചാൽ ആരോടും വെറുപ്പും വ്യത്യാസമൊന്നും ഉണ്ടായിട്ടല്ല. ഇജ്ജ് വാ, നമുക്ക് രണ്ടാം കൂടി എൻ്റെ കാറേറ്റ് പോയിക്കാണ്ട് ഓളെ പോയി കൊണ്ടുവരാം.